നാഷണൽ പാർക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡാണ്, സാറ്റർഡേ ആണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ അറൗണ്ട് ഒരു 10:30 ഒക്കെ ആവാറായി. പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. സേ ഹായ്. എവിടെ പോകും നമ്മള്? മൗണ്ട് റേനിയറിൽ എന്തുണ്ട്? ട്രീസാ? Then what you can see there? Animals. Yes. Okay. And snow sometimes. You guys are excited? Yeah. Okay. So അവര് ഭയങ്കര എക്സൈറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മോളാണ് അത്. അനേന ഇതും കൂടെ ഒക്കെ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. ഏട്ടാ എക്സൈറ്റഡ് ആണോ? ഞങ്ങളിത് 3rd ടൈമാണ് കേട്ടോ പോകുന്നത്. ഇതും കൂടെ കൂടി 3rd ടൈമാണ്. ഒരു ടൈം സ്നോ ഉള്ളപ്പോൾ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോൾ ടൈമിൽ പോയി. ഫോൾ ടൈമിൽ നല്ല ഭംഗിയാണ്. ഈ ഫോൾ കളേഴ്സ് കാണാൻ വേണ്ടിയാണ് പോയത്. പിന്നെ സമ്മറിൽ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് മറ്റേ ഈ ടൈം ടെൻഡ് റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ബുക്ക് ചെയ്യണം. അവർ ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവരിങ്ങനെ ഈ ടൈം ടെൻഡറി റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കളയും. അപ്പോൾ അത് പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ പോകാൻ വിചാരിച്ചു സമ്മറിൽ. അപ്പോൾ ഇത് 2 ഏരിയ ആണുള്ളത്. പാരഡൈസും ഉണ്ട്, സൺറൈസും ഉണ്ട്. ആൻഡ് പാരഡൈസിൽ ഇത്തവണ നമുക്ക് ടൈം ടെൻഡറി ഇല്ല. ഇത്തവണ ഉള്ളത് സൺറൈസിലാണ്. സോ അതുകൊണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്, നല്ല ഭംഗി. പോകുന്ന വഴിക്ക് സമ്മറിലെ സ്നോ കണ്ടായിരുന്നു. അവിടെ സ്നോ ഇങ്ങനെ കിടപ്പുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, എന്നാലും സ്നോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് പീക്കൊക്കെ ആകുമ്പോൾ ഈ സ്നോ എല്ലാം ഫുള്ള് മെൽറ്റായി പോകും. ഇവിടെ ഗ്ലേഷ്യേഴ്സ് പോലെ കിടപ്പുണ്ട്. ബട്ട് ഇത് കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ. നമ്മൾ സ്നോ എന്നും പറഞ്ഞ് കയറുമ്പോൾ അത് ഫുൾ ബ്ലാക്ക് ഐസ് ആയിരിക്കും. സ്ലിപ്പായി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പിന്നെ എനിക്ക് എൻ്റെ ഷൂ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ഈ ഒരു ട്രിപ്പിൽ. ഞാൻ ഹൈക്കിങ്ങിന് പോകുന്നില്ല എന്നാണ് ആക്ച്വലി വിചാരിച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഹൈക്കിംഗ് പോകാമെന്നൊക്കെ പ്ലാൻ ആയപ്പോൾ ഹൈക്കിംഗ് ചെയ്ത് തുടങ്ങിയപ്പോൾ കാലൊട്ടും വയ്യ. കാരണം ഹൈക്കിംഗ് ഷൂ നമ്മുടെ ഷൂ കംഫർട്ടാണോ നമ്മൾ ഓക്കെ ആയിരിക്കും. ബട്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്ലാൻ അക്കോർഡിംഗ്ലി നമ്മുടെ ആ ഒരു കംഫർട്ടിനനുസരിച്ച് നമ്മൾ ഷൂ എല്ലാം വെയർ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഈ ഒരു ഏരിയയിലൊന്നും വലിയ തിരക്കില്ലായിരുന്നു. ഇത് പാരഡൈസ് നമ്മൾ എൻ്ററായി. ഇത് കുറച്ച് വ്യൂ ഉള്ള ഒരു പോയിൻ്റാണ്. ആക്ച്വലി വിസിറ്റർ സെൻറ്റർ ഇട്ടായിരുന്നു. അപ്പോൾ വിസിറ്റർ സെൻറ്റർ ക്ലോസ്ഡ് ആയിരുന്നു, അത് അറിയില്ലായിരുന്നു. പിന്നെ ഈ വഴി വരേണ്ടി വന്നു. ഒരു ടണൽ വഴിയൊക്കെയാണ് വന്നത്. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ 2 തവണ പോയ വഴിയെക്കാട്ടി കുറച്ചും കൂടെ സീനിക് ആയിട്ടുള്ള വ്യൂ പോലെ എനിക്ക് തോന്നി. കുറച്ചും കൂടെ മൗണ്ടൻസിൻ്റെ വ്യൂവും ടണൽ വ്യൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഒഹനാപെക്കോസ് എന്ന് പറയുന്ന വിസിറ്റർ സെൻറ്റർ ആയിരുന്നു ക്ലോസ്ഡ്. അതെന്തോ മെയിൻ്റനൻസ് വർക്ക് കാരണം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് ഒന്ന് ഫ്ലോപ്പായി പോയി. ആദ്യം ഫ്ലോപ്പായെങ്കിലും പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിരുന്നു. വിസിറ്റർ സെൻറ്റർ ഇടാൻ കാര്യം ആക്ച്വലി നമ്മൾ ഒന്ന് വാഷ്റൂം റെസ്റ്റ് റൂംസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യണം. നൈദൂനും കിഡ്സൊക്കെ ഉള്ളതല്ലേ. സോ അതുകൊണ്ടാണ് ആ ഒരു വിസിറ്റർ സെൻറ്ററിലെത്തി. അവിടെ നിന്ന് പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ എനിക്ക് മറ്റേ സ്റ്റാമ്പിങ്ങും കൂടി ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് അതിട്ടത്. അങ്ങനെ അത് ഒന്ന് പാളിപ്പോയി. പിന്നെ നമ്മൾ നേരെ ഇനി പോകുന്ന റിഫ്ലക്ഷൻ ലേക്കിലോട്ടാണ്. റിഫ്ലക്ഷൻ ലേക്കാണ് ഫസ്റ്റ് പോയിന്റ് ഇട്ടേക്കുന്നത്. റിഫ്ലക്ഷൻ ലേക്കിൽ നിന്ന് ദെൻ നെക്സ്റ്റ് പോയിന്റ്സ് അങ്ങനെയാണ്. Anaya. Yes. Yes. Where are we going? Mountain.
Naitu, are you happy now? Yeah, happy. Okay, you got a friend. Yeah. What's your friend name? Yeah, Anaya. Anaya? Yeah. Oh. Anaya. And her name is Nitika. Nitika. Where's your friend Niti? This is അങ്ങനെ ഇതാണ് റിഫ്ലക്ഷനിലേക്ക്. ഇത് ആക്ച്വലി നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റും ആ ഒരു ലേക്കിൽ. ബട്ട് ഇന്ന് നമുക്ക് കിട്ടിയില്ല, കാരണം ആ കുറച്ച് നൂൺ ടൈം ആയിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പോൾ കറക്റ്റ് റിഫ്ലക്ഷൻ വന്നായിരുന്നു ആ ഒരു ലേക്കിൽ. ഞങ്ങളെടുത്ത ഫോട്ടോസാണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ എത്തിയപ്പോ. നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ആയ റിഫ്ലക്ഷനിലേക്ക് കണ്ടു. ഇനി നെക്സ്റ്റ് മെർട്ടിൽ ഫോൾസിലോട്ട് പോവാണ്. മെർട്ടിൽ ഫോൾസിന് അടുത്ത് തന്നെയാണ് പാരഡൈസ് വിസിറ്റർ സെന്റർ. അപ്പോൾ വിസിറ്റർ സെന്ററിൽ കയറി നമ്മൾ വാഷ്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്ത് ഫുഡും കഴിച്ചിട്ടൊക്കെ പോവാം. എൻട്രൻസിൽ നമുക്ക് ബ്ലോക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു. ഇത് പാരഡൈസ് വിസിറ്റർ സെന്റർ ആണ്. അവിടെ നല്ല ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പോകുന്നത്. നാരോ റോഡാണ്. സോ അതുകൊണ്ട് ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഈ മൗണ്ടൻസിൻ്റെ മുകളിൽ കാണുന്നത് ഫോഗാണോ ക്ലൗഡാണോ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് അത് ക്ലൗഡാണെന്ന് തോന്നുന്നു. ക്ലൗഡ് വന്ന് മറയുന്നതാണ്. ആൻഡ് ഞങ്ങൾ ഇവിടെയൊക്കെ പാരഡൈസ് വിസിറ്റർ സെൻറ്ററിൽ അവിടെ ഫുൾ പാർക്കിംഗ് ആയിരുന്നു. ഞങ്ങളുടെ സൈഡിലൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത്. ഇനി ഇങ്ങോട്ട് പാരഡൈസിലോട്ട് പോകാൻ വിചാരിക്കുന്നു. പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കുകയാണ്. എത്തി ഞങ്ങൾ ആക്ച്വലി. ഇനിയിപ്പം സ്കൈ ലൈനിലോട്ട് കയറണം. ഇത് അവിടെ സൈഡിൽ ഒരുപാട് വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ വൈൽഡ് ഫ്ലവേഴ്സ് എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ഈ ഒരു സമ്മർ ടൈമിൽ ഒരുപാട് വൈൽഡ് ഫ്ലവേഴ്സ് ഇവിടെ ബ്ലൂം ചെയ്യുന്നുണ്ട്. പല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആൻഡ് മൗണ്ട് റെയിനറിൻ്റെ വേറൊരു പേര് ടഹോമ എന്നാണ്. ടഹോമ. ആൻഡ് ഇത് ആക്ച്വലി ഒരു ആക്റ്റീവ് വോൾക്കാനിക് ഏരിയ ആണ്. ഇവിടെ കുറച്ച് നമുക്ക് ജിയോളജിക്കൽ ഹസാർഡൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അവിടെ കുറച്ച് സ്നോ ഉള്ള ഏരിയ ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ഐസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ പിള്ളേരെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വിടാൻ വിചാരിച്ചു. അപ്പം നൈതു എൻജോയ് ചെയ്ത് സ്നോ ഏഞ്ചലൊക്കെ ആയിട്ട് കളിയായിരുന്നു. അവിടെ ഫുൾ എല്ലാ പിള്ളേരും കളിയായിരുന്നു. അവർക്ക് ഭയങ്കര എൻജോയബിൾ ആണല്ലോ സ്നോ കാണുമ്പം ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കളിക്കാനും ഒക്കെ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നൈതുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് റൗണ്ട് അവിടെ പിള്ളേർ കളിയായിരുന്നു ഫുള്ള്. എല്ലാവരും ഈ ഒരു സ്ലൈഡിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ അങ്ങനെ അവർ സ്നോയിൽ ഇങ്ങനെ സ്ലെഡ് ചെയ്ത് കളിക്കാനുള്ള ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നൈതുവിനെ പുഷ് ചെയ്ത് വിടാൻ പറ്റും. ഇവിടെ എർത്ത് ട്രെമേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആക്റ്റീവായിട്ടുള്ള സ്റ്റീം വെൻസ്, പിന്നെ ഇറപ്ഷൻസ് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഞങ്ങൾ ഈ ഒരു സ്കൈലൈൻ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രയൽ അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ആനിമൽസിനെയും ഇതുപോലത്തെ ഒക്കെ കണ്ടായിരുന്നു. ഇത് കുട്ടി സ്ക്യുറലാണ് നമ്മളെ നാട്ടിലെ. അത് ഞാനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ വൈൽഡ് ലൈഫ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ഫ്ലവേഴ്സ് എല്ലാം ബ്ലൂമായി കിടപ്പുണ്ട്. ആൾക്കാരെല്ലാം ഹൈക്കിംഗ് സ്റ്റിക്കൊക്കെ പിടിച്ചാണ് ഫുള്ളി പാക്ഡ് ആയിട്ടാണ് വരുന്നത്. അതിൽ നമ്മൾ മാത്രം പാക്ഡ് അല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഷൂ കംഫി അല്ലായിരുന്നു. ഒട്ടുമേ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സ്ട്രീനിയസും ആയിരുന്നു ഹൈക്ക്. ഈ സ്റ്റീപ്പായിട്ടൊക്കെ പോകേണ്ടി വരും. പിന്നെ ഇവിടെ സ്നോ ആയിട്ടുള്ള ടൈമിൽ ഈ ഒരു പല ഏരിയാസും ഇവർ ക്ലോഷർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ 2 കോറിഡോഴ്സാണ്. സൺറൈസ് കോറിഡോർ ആൻഡ് നമ്മുടെ പാരഡൈസ് കോറിഡോർ. പാരഡൈസിലാണ് കൂടുതലും സീനിക്കായിട്ടുള്ള നമുക്ക് കുറേ ഈ സ്കൈലൈൻ ലൂപ്പ് ട്രയൽ, ഈ ഒരു സ്കൈലൈൻ ലൂപ്പ് ട്രയലാണ് ഞങ്ങൾ എടുത്തത്. ആൻഡ് പിന്നെ മെർട്ടിൽ ഫോൾസ്, നാർഡ ഫോൾസ്, സിസ്റ്റിൻ ഫോൾസ്, ഇതൊക്കെ ഈ ഒരു
കോറിഡോറിലാണ്. ഇവിടെ ഞങ്ങൾ പോയപ്പോൾ ചെറിയൊരു ക്രീക്കാണ്, ആ ക്രീക്കിൽ കൂടെ ഇങ്ങനെ. സോ നമ്മളിനി പോകുന്നത് മോർട്ടൽ ഫോൾസിലോട്ടാണ്. ഇപ്പോൾ കണ്ടത് സ്കൈ ലൈൻ ലൂപ്പ് ട്രയലാണ്. ഇത് ഒരുപാട് ഹൈക്ക് ചെയ്ത കേട്ടോ. കണ്ടില്ലേ, എൻ്റെ വീഡിയോന് ഒരു സായിപ്പ് ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണ് പുള്ളിക്കാരൻ ഹൈക്കിങ്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒരു ഹായ് പറഞ്ഞു. നമ്മൾ ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് ഇനി നെക്സ്റ്റ് പോകുന്ന പോയിന്റ് മിർട്ടിൽ ഫോൾസ്. ഇവിടെ കുറേ വൈൽഡ് ലൈഫ് ആനിമൽസ് ഉണ്ട്. ബ്ലാക്ക് ബെയർസ് ഉണ്ട്, ദെൻ യു ക്യാൻ സീ മൗണ്ടൻ ഗോഡ്, ദെൻ ഡിയേഴ്സ് ഉണ്ട്, പിന്നെ കുഞ്ഞു. ആക്ച്വലി ഈ ഒരു പാരഡൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. വൈൽഡ് വെറൈറ്റി ഓഫ് വൈൽഡ് ഫ്ലവേഴ്സാണ് ഇവിടെ ബ്ലൂം ചെയ്യുന്നത് ഈ ഒരു സമ്മർ ടൈമിൽ. ഫോൾ ടൈമിൽ ഇതെല്ലാം ഒരു ഓറഞ്ച് യെല്ലോ കളറൊക്കെ ആയി നല്ല ഭംഗിയായിരിക്കും. എല്ലാ ലീവ്സിൻ്റെയൊക്കെ കളർ ചേഞ്ച് ആവും. ആൻഡ് ഈ ഒരു മൗണ്ട് റെയിനറിൽ നൈറ്റ് സ്കൈ എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മില്യൺസ് ഓഫ് സ്റ്റാർസാണ് ഇവിടെ ഇലൂമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് അറോറ ബൊറിയാലിസിന് വന്ന ടൈമിൽ ലാസ്റ്റ് ഇയർ മെയ്യിൽ ഞങ്ങൾ കണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ റിയലി വെരി വെരി ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഇവരുടെ ഒരു കോട്ടുണ്ട് ഓഫ് ഓൾ ദ ഫയർ മൗണ്ടൻസ് വിച്ച് ലൈക്ക് ബീക്കോൺസ് വൺസ് ബ്ലേസ്ഡ് അലോങ് ദ പസഫിക് കോസ്റ്റ്, മൗണ്ട് റെയിനിയർ ഇസ് ദ നോബ്ലെസ്റ്റ് എന്നാണ് ഇവരുടെ ആ ഒരു കോട്ട് മൗണ്ട് റെയിനിയറിനെ കുറിച്ചുള്ള. ആൻഡ് ഹൈക്ക് ചെയ്ത് തളർന്നു. സോ നമ്മൾ ഇപ്പോൾ മിർട്ടിൽ ഫോൾസ് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ശ്രീകുട്ടി? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. എലിവേഷൻ തളർന്ന് അടപ്പിളവി എന്ന് തന്നെ പറയാം. നല്ല തിരക്കുണ്ട്, സമ്മറായുണ്ട്. അങ്ങനെ മിർട്ടിൽ ഫോൾസിൽ പോണ വഴിക്ക് ഞങ്ങളൊരു ബേർഡിനെ കണ്ടു. ഇതൊരു സൗണ്ട് ഇടും കേട്ടോ, ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു സൗണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ബെയർ വല്ലതും ആണോ എന്ന്. പക്ഷേ ഇതൊരു ബേർഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ മിർട്ടിൽ ഫോൾസ് എത്തി. ഇതാണ് ആ ഒരു മിർട്ടിൽ ഫോൾസ്. ലെറ്റ് യുവർ ഡ്രീംസ് ഫ്ലോ ലൈക്ക് എ വാട്ടർഫോൾ യെറ്റ് സീസ്ലി ഫൈഡ്. അതുപോലെയാണ് ഈ ഒരു വാട്ടർഫോള്. ഞാൻ ഈ വാട്ടർഫോള് കാണാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ച് വയ്യാണ്ടായി. അപ്പോൾ പിന്നെ തിരിച്ച് പോകേണ്ടി വന്നു. ഇത് കുറച്ച് ഹൈക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വളരെ 0.5 മൈലൊക്കെ ഉള്ളൂ ഹൈക്ക്, 0.4. ആൻഡ് നല്ലൊരു വാട്ടർഫോളായിരുന്നു. ആ വാട്ടർഫോളിൻ്റെ മുകളിൽ നമുക്ക് മൗണ്ട് റെയിനറിൻ്റെ വ്യൂ കാണാൻ പറ്റും. ഇതൊരു പാലരുവി പോലെ തന്നെ ഉണ്ട്, ഇങ്ങനെ പാല് വെള്ളം പോകും പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും. ഇപ്പോൾ ഇവിടെ ടൈം ഞങ്ങളിവിടെ എത്തിയത് ഒരു 5:30 ആയി. 5:30ക്കാണ് മിർട്ടിൽ ഫോൾസ് കാണുന്നത്. ആൻഡ് ഈ മിർട്ടിൽ ഫോൾസിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ കണ്ടില്ല, മുകളിലൂടെ ഒരു ചെറിയ ഒരു പാലമുണ്ട്. ആ പാലത്തിലൂടെ നിന്നാലും ഈ മിർട്ടിൽ ഫോൾസ് കാണാൻ പറ്റും. ഇത് ആ ഒരു വ്യൂ ആണ്, ഞങ്ങളിവിടെ ഇറങ്ങി നിന്ന് എടുത്തൊരു വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു വെള്ളം പോകുന്നത്. സോ അങ്ങനെ നിന്നപ്പോൾ ഒരു എൽക്കിനെ കണ്ടു. മിർട്ടിൽ ഫോൾസ് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ഒരു എൽക്കിനെ കണ്ട. എൽക്ക് അവിടെ നിന്ന് ഗ്രേസ് ചെയ്യാണ്. നല്ല ഭംഗിയുണ്ട് എൽക്കിനെ കാണാൻ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ അടുത്ത വാട്ടർഫോൾ നാർദ ഫോൾസ് ആയിരുന്നു. ഇത് ഒരു ഹിന്ദു മിത്തോളജി, ഒരു ഹിന്ദു നെയിമാണ് ഇതിന് കൊടുത്തത്. നമ്മുടെ നാർദ സെയിൻറ്റിൻ്റെ അങ്ങനെയാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരാളാണ് ഇതിന് ഈ ഒരു വാട്ടർഫോൾസിന് പേര് കൊടുത്തതെന്നും കൂടെയാണ് പറയുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി തന്നെയാണ് സിസ്റ്റം ഫോൾസ്. ഇത് നമ്മുടെ പോർട്ട്ലാൻഡിലുള്ള ഹൈക്കിംഗ് ഫോൾസിൻ്റെ ചെറിയൊരു രൂപം പോലെ തോന്നുന്നു. കാരണം മുകളിൽ ബ്രിഡ്ജ് വരുന്നതും ഒക്കെ അത്ര ഹൈറ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ ചെറിയൊരു ബീച്ച്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ ലാസ്റ്റ് വാട്ടർഫോൾ ആയിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ഫോൾസും ഹൈക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നൈറ്റ് ആവാറായി, അറൗണ്ട് 8-10 ആയി കേട്ടോ.
നമ്മളെല്ലാം കണ്ട് ഇറങ്ങുവാണ്. മൗണ്ട് റെയ്നർ കണ്ട് വിസിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ തിരിച്ച് വീട്ടിലോട്ടുള്ള ഓഫ്ലൈൻ മാപ്പ് നമ്മൾ ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള നമ്മളെ ഫ്രണ്ട്സിൻ്റെ കാറിലാണ്, കാർ ഫോളോ ചെയ്താണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പം റേഞ്ച് കിട്ടുമായിരിക്കും. നല്ല ടയേർഡായ കേട്ടോ, ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് കാലൊക്കെ എടുക്കാൻ വയ്യ, എല്ലാ മസിലൊക്കെ ഇങ്ങനെ ഇതായിട്ടിരിപ്പുണ്ട്. സോ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ. നല്ലൊരു മൗണ്ട് റെയ്നർ ട്രിപ്പായിരുന്നു. കാരണം ഒരുപാട് പേര് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിലൂടെ അറ്റാച്ച് ചെയ്യുന്നത്. ആൻഡ് വെതറും നല്ല സണ്ണി വെതറായിരുന്നു. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ശ്രുതി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.